ഹലോ, ഞാൻ ടാനിയ ജോയൽ. ഇന്നില്ലേ നല്ല ഭംഗിയായിട്ടുള്ള നല്ല കുഷ്യൻ കവർ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അതായത് നമുക്ക് ഡെയിലി യൂസിന് പറ്റുന്ന നല്ല കുഷ്യൻ കവർ ആയിരിക്കും കേട്ടോ. അത് ഇതുപോലെ ഇരിക്കും കേട്ടോ. അത് നല്ല രസമല്ലേ, നല്ല ലേസ് ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട്, ഒരു സൈഡിൽ പ്ലെയിൻ ആയിട്ടുണ്ട്, പിന്നെ നല്ല പ്രിന്റ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിങ്ങനെ ഇടാം, പിന്നെ ഇത് തിരിച്ചു ഇടാം കേട്ടോ. അതാണ് ഇതിന്റെ രസം കേട്ടോ. അതായത് റിവേഴ്സിബിൾ ആയിട്ട് ഇടാൻ പറ്റുന്ന പോലെ നല്ല ഭംഗിയായിട്ട് ഇതുണ്ട്. കയ്യിൽ നിന്ന് തന്നെ ചാടി പോകുന്നു, ഇവിടെ ഇരിക്കാൻ പോലും ഇഷ്ടമില്ല. നല്ല ഭംഗിയായിട്ടുള്ള നല്ല കുഷ്യൻ കവേഴ്സൊക്കെ മാഗ്നിസ്കേപ്സിൽ അവൈലബിൾ ആണ് കേട്ടോ. നല്ല രസമില്ല ഇത് കാണാൻ. ഇനിയുള്ളത് നമ്മുടെ 695 നല്ല പ്രീമിയം ക്വാളിറ്റി 695 രൂപയുടെ ബെഡ്ഷീറ്റ് ആണ്. ഈ 695 രൂപയുടെ ബെഡ്ഷീറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരും ഓർക്കരുത് ഇത് കൊള്ളത്തില്ല എന്ന് നിങ്ങൾ ഓർക്കരുത് കേട്ടോ. ഇത് അത്ര നല്ല ബെഡ്ഷീറ്റ് ആണ്. നല്ല തിക്കായിട്ടുള്ള 100% കോട്ടൺ ആണ്. വാഷിംഗ് മെഷീനിൽ കഴുകാം, കൈ കൊണ്ട് കഴുകുമ്പോൾ ആരെങ്കിലും ഒന്ന് പിഴിയാൻ കൂടിയാൽ മതി, വേറെ ഒരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഇപ്പൊ വെക്കേഷൻ അല്ല, അപ്പൊ പിള്ളേർക്കൊക്കെ എന്തെങ്കിലും ഒരു പണി കൊടുക്കണ്ടേ, അപ്പൊ ഇച്ചിരി കൈ കൊണ്ട് കഴുകിയിട്ട് കുറച്ച് വെള്ളമൊക്കെ ഇട്ട് കൊടുത്താൽ അവർ കഴുകിക്കോളും കേട്ടോ. അത് ഒരു ഏജ് വരെ അവരിത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ചെയ്യുവേ. പിന്നെ ഓരോ ഏജിൽ അവർ കുറച്ച് മടി കാണിക്കും കേട്ടോ. പിന്നെ അപ്പൊ നമ്മൾ ഓർക്കും മറ്റേ അയ്യോ ഇതെന്താ ഒന്നും ചെയ്യാത്തേന്ന് ഓർത്ത് നമുക്ക് ടെൻഷൻ ആവും കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മൾ ടെൻഷൻ എടുത്തിട്ട് ഒരു കാര്യമില്ല. ആ ഒരു ഏജ് അങ്ങ് കഴിയുമ്പോഴത്തേനല്ലേ ഇവര് ആദ്യം ചെയ്തേക്കാളും ഭംഗിയായിട്ട് ചെയ്യും കേട്ടോ. അതൊക്കെ ഞാനിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മളിങ്ങനെ പുറകെ നടന്ന് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഇതൊന്നും ചെയ്യത്തില്ല കേട്ടോ. പക്ഷെ സ്നേഹത്തോടെ ചില സമയത്തൊരു ഇതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഫുള്ള് നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇനി ആദ്യമായിട്ട് കാണിക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഇത് കണ്ടോ, നല്ല ചെറിയ പൂക്കളാണ്. നല്ല എന്താ പറയുക, ഈ ഒരു ബെഡ്ഷീറ്റ് എന്നോട് ഒരാൾ ചോദിച്ചാൽ ഈ ഒരു ബെഡ്ഷീറ്റൊക്കെ കൊണ്ടുപോയി കല്യാണത്തിനൊക്കെ വിരിച്ചാൽ കൊള്ളാവോ? ആക്ച്വലി ഈ ഒരു ബെഡ്ഷീറ്റൊക്കെ കൊണ്ട് കല്യാണത്തിനൊക്കെ വിരിച്ചാൽ കൊള്ളാം, ഒരു കുഴപ്പമില്ല. നമ്മുടെ എന്താ പറയുക സൈഡ് ബോർഡർ ഈ കളറാണ് കേട്ടോ. നമുക്ക് എന്താണ് ബഡ്ജറ്റ്, നമുക്ക് എന്താണ് ഇഷ്ടം, നമുക്ക് ഇപ്പം വില കൂടിയ ബെഡ്ഷീറ്റിനാണോ കൂടുതൽ ഭംഗി എന്നൊക്കെ എന്നോട് ചോദിക്കും കേട്ടോ. നമ്മുടെ മനസ്സിനും നമ്മുടെ കണ്ണിനും ഏതാണ് ഭംഗി, നമുക്ക് ഏതാണ് അഫോർഡബിൾ ആയിട്ടുള്ളത് എന്ന് നോക്കി വേണം നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനേ. ഒരുപാട് വിലയുടെ സാരി, ഒരുപാട് വിലയുടെ എന്താ ബെഡ്ഷീറ്റ് തന്നെ പറയാമല്ലോ, എന്തിനാ സാരി പറയുന്നത്, ഞാൻ വിൽക്കുന്ന സാധനമല്ലേ. അപ്പൊ ബെഡ്ഷീറ്റൊക്കെ വാങ്ങിച്ചിട്ട് നമ്മളത് യൂസ് ചെയ്യുന്നതെല്ലാം നമ്മൾ നോക്കണം. ഇത് എത്ര നാളെ യൂസ് ചെയ്യണം, എല്ലാം നമ്മളൊരു എന്താ എല്ലാം ഒരു പ്ലാനിങ്ങോടുകൂടി ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറേ ടെൻഷൻസ് കുറയ്ക്കാൻ പറ്റും കേട്ടോ. അപ്പം ഇത് ഇപ്പം എന്താ വെച്ചാൽ നമുക്ക് ഒരു 8,000 9,000 റുപ്പീസ് വരെയുള്ള ബെഡ്ഷീറ്റ് മാഗ്നിസ്കേപ്സിൽ അവൈലബിൾ ആണ്. പക്ഷെ അത് ഇഷ്ടമുള്ള ആൾക്കാർക്ക് അത് നമുക്ക് കൊടുക്കാം, മീൻസ് ഇത് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇത് കൊടുക്കാം. അപ്പം ഏത് വിചാരും കുഴപ്പമില്ല കേട്ടോ. അപ്പം നല്ല ഭംഗിയായിട്ടുള്ള 695 രൂപയുടെ ബെഡ്ഷീറ്റാണ്. ഇതിൻ്റെ കൂടെ 2 വലിയ പില്ലോ കവേഴ്സും അവൈലബിൾ ആണ് കേട്ടോ. ഇനിയുള്ളത് നല്ല ഹാർഡ് ഡിസൈൻ ഉള്ള ബെഡ്ഷീറ്റാണ്. ഈ ഒരു ഷീറ്റ് ഉണ്ടല്ലോ ഇതുപോലെയാണ് ഇരിക്കുന്നത് കേട്ടോ. നല്ല രസമില്ലേ, നല്ല ചെക്കില് നല്ല ഭംഗിയായിട്ട് വന്നിട്ട് നല്ല രസത്തിലുള്ള ഒരു ഷീറ്റാണ്. സൈഡ് ബോർഡർ വന്നിട്ട് റെഡ് കളറാണ് കേട്ടോ. ഇതെല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുവേ. ചെക്കിനകത്ത് ഇങ്ങനെ ഹാർഡ് ഡിസൈൻ വരുമ്പോൾ നല്ല രസമായിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഷീറ്റാണ്. ഇതിൻ്റെ കൂടെ 2 വലിയ പില്ലോ കവേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഇനിയുള്ള ഷീറ്റ്, ഈ ഷീറ്റും ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് ആണ്. ക്യൂൺ സൈസ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേൾക്കാൻ നല്ല രസമില്ലേ. ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് ഫോൺ അടിക്കുന്നതാണ്. ക്യൂൺ സൈസ് ബെഡ്ഷീറ്റിന്റെ മെഷർമെന്റ് വന്നിട്ടുണ്ടല്ലോ 90 × 100 ഇഞ്ചസ്. അപ്പം ഞാൻ കൂടുതൽ എന്താ പറയുന്നത് അത് എടുക്കേണ്ട ആളിവിടെ ഇല്ല. ലൈക്ക് എന്താ പറഞ്ഞാൽ കൂടുതൽ ശബ്ദത്തിൽ സംസാരിക്കുക കേട്ടോ. ഞാൻ നിന്ന് പോയിക്കോളും, കുഴപ്പമില്ല കേട്ടോ, ഒന്നും തോന്നല്ലേ. ഇടയ്ക്ക് ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഫുള്ള് എനിക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതായിരിക്കില്ല അടുത്ത് ഇങ്ങനെ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യുമ്പോൾ പറയുന്നത് കേട്ടോ. അപ്പൊ നല്ല ഭംഗിയായിട്ടുള്ള ഇത് കണ്ട എന്നാ രസമല്ലേ ഇത്. എന്ന് ലൈക്ക് എന്താ പറയുന്നത്, ഇതും ക്യൂൺ സൈസ് ആണ്. ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ്. റേറ്റ് വന്നിട്ട് 695 രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ്. സൈഡ് ബോർഡർ വന്നിട്ട് ഈ ഒരു കളറാണ് കേട്ടോ. നമ്മുടെ മാഗ്നിസ്കേപ്സിലുണ്ടല്ലോ ബെഡ്ഷീറ്റ് മാത്രമല്ല
നല്ല നല്ല തുണികളുടെ ബാഗ് ഉണ്ട് കേട്ടോ. പിന്നെ നല്ല നല്ല എന്താ ഭംഗിയല്ല, നല്ല ഭംഗിയായിട്ടുള്ള ക്യൂൾട്ട് ഉണ്ട്, നല്ല ഭംഗിയായിട്ടുള്ള പുതപ്പുണ്ട്. പിന്നെ അങ്ങനെ കുറേ സോഫ ത്രോസ് ഉണ്ട്. ഇപ്പം എല്ലാ ആൾക്കാർക്കും ഇഷ്ടമുള്ള കുറേ സാധനമാണ്. വാഷ് ബേസിൻ്റെ സൈഡിലിടുന്ന ടവല്, സോഫ ത്രോസ്, ഇതെല്ലാം നമ്മുടെ മാഗ്നസ്കേപ്സിൽ അവൈലബിൾ ആണ്. പക്ഷെ ഞാൻ ഈ വീഡിയോസിനകത്ത് ഇതൊക്കെ കൊണ്ടേ കാണിക്കുന്നുള്ളൂ. പക്ഷെ നമുക്ക് ഇവിടെ വന്ന് തൊട്ട് വാങ്ങിക്കാം. പിന്നെ നിങ്ങൾ വാട്സപ്പിൽ നിങ്ങൾക്ക് ഇന്ന പ്രൊഡക്റ്റ്, ഹോം ലിനൻ്റെ പ്രൊഡക്റ്റ് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ അതെല്ലാം നമുക്ക് വാട്സപ്പിൽ ഷെയർ ചെയ്ത് തരും. അപ്പം വോയിസ് മെസ്സേജ് അയച്ചാൽ മതി, എനിക്ക് ഇന്ന പോലത്തെ ടേബിൾ ക്ലോത്ത് ആണ് വേണ്ടത്, ഇന്ന വിളിച്ചാലും കുഴപ്പമില്ല. പക്ഷെ നമ്മളെല്ലാം വോയിസ് മെസ്സേജിൽ റിപ്ലൈ തരും കേട്ടോ. ഇന്ന സൈസാണ് വേണ്ടത്, ആ സൈസ് ഉണ്ടല്ലോ ഇഞ്ചസിലെടുത്ത് അയക്കുവാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം കാരണം വെച്ചാൽ ഇവിടെ എല്ലാം നമ്മൾ ഇട്ട് വെച്ചിരിക്കുന്ന സൈസ് ഉണ്ടല്ലോ, മെഷർമെൻറ്റ് നമ്മൾ തിരുത്തിയൊക്കെ തരും, എന്നാലും നമ്മൾ ഇട്ട് വെച്ചിരിക്കുന്നതിൻ്റെ കോഡിൽ വേഗം പണി തീർക്കാൻ വേണ്ടി എല്ലാ ഇഞ്ചസിലാണേ. അപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള 2 വലിയ പില്ലോ കവേഴ്സോട് കൂടിയ ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ്. റേറ്റ് വന്നിട്ട് 695 രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ. ഇനി കിങ് സൈസ് 4 സൈഡിലും പ്ലെയിൻ കളർ ബോർഡർ ഉള്ള ഷീറ്റാണ്. കിങ് സൈസിന് മെഷർമെൻറ്റ് ഉണ്ടല്ലോ 100 × 100 നോട്ട് 8 ഇഞ്ചസ് കേട്ടോ. ഇതുണ്ട് നല്ല ഭംഗിയായിട്ട് ഇതുപോലെ ഒരു ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴില്ലേ നല്ല ഭംഗിയായിട്ട് ബെഡ്ഷീറ്റ്, സൈഡ് ബോർഡർ ഈ കളറ്. നമുക്കിങ്ങനെ കൂടുതൽ ടെൻഷൻസ് ഒക്കെ വരുമ്പോഴുണ്ടല്ലോ ബെഡ്ഷീറ്റ് വിരിച്ചാൽ ടെൻഷൻ മാറുമൊന്നുമില്ല കേട്ടോ, ഉള്ള കാര്യം പറയാമല്ലോ. പക്ഷേ വീടൊക്കെ ഇച്ചിരി വൃത്തിയായിട്ടൊക്കെ കിടക്കുമ്പോഴില്ലേ നമുക്ക് കുറച്ച് പോസിറ്റീവായിട്ടൊക്കെ തോന്നും. അപ്പോൾ നമ്മൾ ഉള്ളത് കൊണ്ട് നല്ല ഭംഗിയായിട്ട് നല്ല ബെഡ്ഷീറ്റും പാത്രങ്ങളൊക്കെ അടുക്കി പറക്കിയൊക്കെ വെക്കണം. അപ്പുറത്തെ വീട്ടിൽ ദാണ്ട് അവരുടെ നല്ല പാത്രമാണെന്ന് ഓർത്ത് എൻ്റെ വീട്ടിൽ ആ പാത്രം ഇല്ലയെന്ന് ഓർത്ത് സങ്കടപ്പെട്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. എൻ്റെ വീട്ടിലുള്ള പാത്രം കഴുകി വൃത്തിയായിട്ട് തുടച്ച് മടക്കി വെക്കുന്ന, അല്ല മടക്കിയല്ല, കമത്തി വെക്കുന്നതിലാണ് കാര്യം. അപ്പോൾ ഫുഡ് എടുക്കുന്നതിന് മുമ്പും കഴുകണം. പക്ഷെ അത് അപ്പം നമുക്കൊരു സന്തോഷം, മറ്റുള്ളവർ വീട്ടിലോട്ട് നോക്കുകയേ ചെയ്യരുത് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ കാര്യവും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇനി പറയാൻ പോയി കഴിഞ്ഞാൽ കുറേ അങ്ങ് പറഞ്ഞു പോകും. ഇത് കണ്ടോ 2 വലിയ പില്ലോ കവേഴ്സ്, ഇത് കണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള നല്ല ഷീറ്റാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 1000 റുപ്പീസിന് താഴെയാണ്. കിങ് സൈസ് ബെഡ്ഷീറ്റ് ആണ്. ഇനിയുള്ള പ്രിൻ്റ് ഉണ്ടല്ലോ നല്ല രസമാട്ടോ. നല്ല രസം എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയായിട്ടാണ് ഇത് കാണാനേ. ചില ഷീറ്റ്സ് ഉണ്ടല്ലോ നമുക്ക് തന്നെ നല്ല ഭംഗിയായിട്ട് തോന്നും. നമ്മളപ്പോൾ ഓർക്കും അയ്യോ ഇതിൻ്റെ ചുരിദാറും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ. പിന്നെ നല്ല എന്താണെന്നറിയാമോ, ചില ബെഡ്ഷീറ്റിന് തുണിയും കൊണ്ടില്ലേ, ഇവിടെ ഞാൻ കണ്ടിരിക്കുന്ന ചില തുണികളും കൊണ്ടില്ലേ നമ്മൾ ചുരിദാർ തയ്ച്ചാലും കൊള്ളാം. പക്ഷെ നാളെ നിങ്ങൾ ചോദിക്കരുത് കേട്ടോ ഇത് ഇച്ചിരി കട്ട് ചെയ്ത് തരാമോന്നേ, ഒന്നും തരത്തില്ല. കാരണം ഇത് ബെഡ്ഷീറ്റാണേ. ഇത് കണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള നല്ല രസമുള്ള ഒരു ബെഡ്ഷീറ്റാണ്. ഈ ബെഡ്ഷീറ്റിന് സൈഡ് ബോർഡർ കണ്ടല്ലോ, ഇത് ജക്കാർഡ് കോട്ടണിലാണ് സൈഡ് ബോർഡർ വെച്ചിരിക്കുന്നത്. നമ്മൾ അവിടെ വരുമ്പം അല്ലെങ്കിൽ നിങ്ങൾ ഓർക്കത്തില്ല എന്താ ഇങ്ങനെയെന്ന്. സെൻറ്റർ പോർഷൻ നോർമൽ നമ്മുടെ തിക്കായിട്ടുള്ള കോട്ടണിലും സൈഡ് ബോർഡർ ജക്കാർഡ് കോട്ടൺ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഇതിൻ്റെ റേറ്റ് 1000 റുപ്പീസിന് താഴെയാണ്. കിങ് സൈസ് ആട്ടോ. അപ്പം മാഗ്നസ്കേപ്സിൽ വരേണ്ട വഴിയുണ്ടല്ലോ എറണാകുളത്ത് കടവന്ത്ര ചെറുപറമ്പത്ത് റോഡിലാണ്. ചെറുപറമ്പത്ത് റോഡിൽ വരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ എറണാകുളത്ത് വൈറ്റ് ലൈനിൽ നിന്ന് വരുമ്പോഴും MG റോഡിൽ നിന്ന് വരുമ്പോഴും മെട്രോ പില്ലർ നമ്പർ 795 നോക്കി വരിക. 795 അവിടെ HP വേൾഡ് എന്ന് പറഞ്ഞൊരു കടയുണ്ട്. ആ കടയുടെ സൈഡിലുള്ള റോഡാണ് ചെറുപറമ്പത്ത് റോഡ്. അപ്പോൾ സൈഡിലുള്ള ഫസ്റ്റ് ക്രോസ് റോഡ് റൈറ്റിൽ 2ാമത്തെ ഗേറ്റ് ആണ് മാഗ്നസ്കേപ്സ്. അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല സന്തോഷത്തോടെ ഇന്ന് പാത്രങ്ങളൊക്കെ ഒന്ന് തുടച്ച് പാർക്കിയൊക്കെ വെക്കണം. ശനിയാഴ്ച ദിവസമല്ലേ, ശനിയാഴ്ച അല്ല ഇന്ന് ഏത് ദിവസമാണ്, എന്തായാലും ദിവസം എന്തായാലും എനിക്കറിയത്തില്ല. പക്ഷേ എന്തായാലും വീഡിയോസൊക്കെ നന്നായിട്ട് കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല സന്തോഷത്തോടെ ഇരിക്കണം കേട്ടോ. താങ്ക് യു.